ആദ്യമേ സോഷ്യൽ മീഡിയയിൽ ഒരു വാലൊന്നും പോയില്ലാത്ത മുഖമില്ലാത്ത ആരോപണമായി ഒരു ആരോപണം ഇങ്ങനെ വരുന്നു. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് രാഹുലിനോട് ചോദ്യം ഉണ്ടാവുന്നത്. രാഹുൽ ഹൂ കേസ് എന്ന മറുപടി അപ്പോൾ പറയുന്നു. അതിനുശേഷം റിനി ആൻ ജോർജ് വരുന്നു. റിനിയുടെ പ്രതികരണം അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ പേരുണ്ടായിരുന്നില്ല, യുവ നേതാവ് എന്നുള്ളതായിരുന്നു റിനി പറഞ്ഞത്. ആ സമയം അതിനെ തുടർന്ന് ഏതാണ്ട് അതിന്റെ പിറ്റേ ദിവസമാകുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടമാകുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പരാതികളുണ്ടെന്ന് കേൾക്കുന്നു. പോലീസ് കേസെടുക്കുന്നു. പോലീസ് കേസെടുത്തു. പക്ഷേ അപ്പോഴും ഏതെങ്കിലും പരാതിക്കാരികൾ വന്നിരുന്നില്ല. പെട്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതത്തിൽ പരാതിയായി വരുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതി എത്തിയിട്ട് അധിക ദിവസമായില്ലെങ്കിൽ കൂടിയും ഈ ആരോപണം ഏറെ നാളായി നീണ്ടുനിന്നു, ഒരുപക്ഷെ മാസങ്ങളോളം നീണ്ടുനിന്ന ആരോപണ പ്രത്യാരോപണക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അടുത്ത കാലത്ത് വളർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ, ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിപ്പിച്ചുവിട്ട MLA കോൺഗ്രസിൽ നിന്ന് ആ ജയിപ്പിച്ചു വിട്ടതിന്റെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ ഒറ്റ വർഷം പൂർത്തിയാകുന്ന അതേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന കാഴ്ചയാണ് ഇനി അറിയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന കാര്യം SITക്ക് ഇപ്പോഴും കൃത്യമായ ധാരണയുണ്ടോ എന്നറിയില്ല. ഡ്രൈവറെയും സഹായമൊക്കെ പിടിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം പിടികൂടാൻ കഴിയുന്നില്ല SITക്ക്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പിടിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിനിടയ്ക്ക് വയനാട് കോടതിയിൽ ഹാജരായേക്കും, പാലക്കാട് കോടതിയിൽ ഹാജരായേക്കും, അതുമല്ല ഹോസ്ദൂർ കോടതിയിൽ ഹാജരായേക്കും, സുള്ളയിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട് തുടങ്ങിയ ഈ പറഞ്ഞ കിംവദന്തികൾ, സൂചനകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. രാഹുലിന്റെ ഓഫായിരുന്ന ഫോൺ ഒന്ന് ഓണായി എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റു ഡെവലപ്മെന്റുള്ള കാര്യത്തിലില്ല. അതിൽ വിളിക്കുമ്പോൾ മലയാളത്തിൽ ആണ് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലാണോ രാഹുലിന്റെ ഫോൺ ഉള്ളത് എന്ന കാര്യം അറിയില്ല. അതിനിടയിൽ ഇപ്പോൾ വരുന്ന വാർത്ത, MA ഷഹനാസ് നേരത്തെ സംസ്കാര സാഹിതി ഗ്രൂപ്പിൽ നിന്നും, ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിൽ നിന്നും, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയ MA ഷഹനാസിനെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ഷഹനാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: പുറത്താക്കി കോൺഗ്രസ്, എന്നെയല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ. എന്നെ റിമൂവ് ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ റിമൂവ് ചെയ്ത വ്യക്തി തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം ഷഹനാസ് നടത്തുന്നുണ്ട്. ഷഹദ് അതിൽ വലിയ വിമർശനം ഉണ്ടായതാണ്. ഷഹനാസിനെ തിരിച്ചെടുക്കാനിടയായ സാഹചര്യം എന്താണ്? ആദ്യം തന്നെ ഹാഷ്മി, ഷഹനാസിനെ സംബന്ധിച്ചിടത്തോളം ഷഹനാസിന് നീതി ലഭിച്ചു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കാരണം ഷഹനാസ് തുടക്കം മുതൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിഷയത്തിൽ ഷാഫി പറമ്പിൽ സ്വീകരിച്ച നിലപാടിനെയുമാണ് ഷഹനാസ് ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ, അതായത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും തള്ളിപ്പറയുകയും ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിയിരുന്നത് ഷാഫി പറമ്പിലാണെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം, അത് ഷാഫി പറമ്പിലിനെ തന്നെ, അതായത് ഷഹനാസിനോട് മോശം സന്ദേശം അയച്ച ഘട്ടത്തിൽ ഷാഫി പറമ്പിലിനോട് തന്നെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഷഹനാസ് പറയുന്നു. അതിന് തൊട്ടു പുറകെയാണ് KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷഹനാസിനെ അവരുടെ കോഴിക്കോട് ജില്ലയിലെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ കാര്യമായിട്ട് ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഷഹനാസ് പറയുന്നത്, ഈ വിഷയങ്ങൾ KPCC പ്രസിഡന്റിനോടും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ MP-യോട് ഉൾപ്പെടെയുള്ള ആളുകളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ഗൗരവം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഷാഫി പറമ്പിൽ അതിനെ മുഖവിലക്കെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കോടതി വിധി വന്നതിന് തൊട്ടു പുറകെയാണ് ഈ ഷഹനാസിനെ തിരിച്ചെടുത്തു എന്ന സന്ദേശം ഷഹനാസ് സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവെക്കുന്നത്. അതായത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പുറത്താക്കി കോൺഗ്രസ്, എന്നെയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പുറത്താക്കിയത്. എന്നെ റിമൂവ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ റിമൂവ് ചെയ്ത വ്യക്തി തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ നിമിഷം ഞാൻ കോൺഗ്രസിനകത്ത് തന്നെയാണ്. സ്ത്രീകൾക്കൊപ്പം കോൺഗ്രസ് നിൽക്കുന്ന ശക്തമായ നിലപാട് അഭിമാനമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഷഹനാസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഷഹനാസ് ഇന്ന് രാവിലെ 24-ലൂടെയാണ് പ്രേക്ഷകർക്ക് മുമ്പാകെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രധാനമായിട്ടും അതായത് യൂത്ത് കോൺഗ്രസിനകത്തുള്ള പെൺകുട്ടികൾ വരെ ഈ രാഹുൽ മാങ്കൂട്ടം അതായത് പലതവണ മെസ്സേജ് അയക്കുകയും മോശം സന്ദേശം അയക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.